എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. നാട് മുഴുവൻ പാട്ടായി ഡിവോഴ്സ് ആയ കാര്യം. ഡിവോഴ്സിന്റെ പേപ്പർ കിട്ടിയപ്പോ അവള് വല്ലതും പറഞ്ഞാടാ? ആ ഡിവോഴ്സ് പേപ്പർ കൈ കിട്ടിയപ്പോഴേ അവളുടെ മൊത്തം ചിരിയമ്മേന്ന് കാണായിരുന്നു. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ പോലും അവൾ അത്ര ചിരിച്ച് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറയാം ഗെറ്റ് എ ലൈഫ് മാൻ. അമ്മയുടെ കാര്യം തിരക്കിയായിരുന്നു. അല്ലേലും അവള് നല്ല കൊച്ചാ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾക്ക് എന്നെ വലിയ കാര്യം. എന്താണ് അവിടെ എന്നെ കുറിച്ച് പറഞ്ഞത്? ആ പരട്ടത്തവളുടെ വാക്ക് നിങ്ങൾ എന്ന് കേൾക്കുന്നിരുന്നോ അന്ന് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. സന്തോഷായില്ലേ? കഴിവേറി. ഇത് അവള് പറഞ്ഞതൊന്നും അല്ല, ഇത് നീ കയ്യിൽ നിട്ടതല്ലേടാ. ആണെ കണക്കായി പോയി. ഞാൻ പറഞ്ഞു എന്നെ പിടിച്ച് കെട്ടിക്കാൻ. നിങ്ങളുടെ ഒടുക്കത്തെ അത്യാഗ്രഹമാണ്. എടാ അമ്മച്ചിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ടല്ലേടാ. നിങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്റെ 2 വർഷമാണ് ഞാൻ കളഞ്ഞത്. എന്റെ കുഞ്ഞ് ടെൻഷൻ അടിക്കൊന്നുമല്ല കേട്ടോ. അല്ല ഒന്നാം തരം ജെൻസി പെൺകൊച്ചിന്റെ ആലോചന വന്നിട്ടുണ്ട്. ഫോട്ടോ ഇട്ട് തരട്ടെ അമ്മച്ചി? എന്റെ പൊന്നമ്മ, ഒന്നാമത് ഞാൻ വെയിലും കീഴും നോക്കാതെ പൊളിഞ്ഞിരിക്കുകയാണ്. ഓഫീസിലൊക്കെ ഞാൻ ഡിവോഴ്സ് ആയ കാര്യം ഫ്രെഡായ അമ്മേ. അതിന്റെ ഇടയിലാണ് അടുത്തത്. എടാ അമ്മയ്ക്ക് മോൻ ഒരു ചാൻസ് കൂടെ നല്ല കൊച്ചിനെ അമ്മ സെറ്റാക്കി തരാം. അമ്മേ, ഞാൻ ഫോണിൽ കൂടി വന്ന് നിങ്ങളെ തല്ലെന്ന് ഉറപ്പുള്ളണ്ടല്ലേ ഇമാതിരി വർത്താനം പറഞ്ഞ. ഇനി ഇമാതിരി വർത്താനം പറഞ്ഞാൽ നോക്കി കേട്ടാ. ഒന്ന് പറയട്ടെ, ശരി. എനിക്കറിയില്ല ആരാ. ചുമ്മാ കളിക്കല്ലേ, പാട്. ഇൻസ്റ്റാഗ്രാം ചാലഞ്ച് കണ്ടോ? എവിടെ ക്യാമറ ഇരിക്കുന്ന? അല്ല, പിന്നെ ആരാ? നയൻതാര. അന്ന് ഞാൻ ചിമ്പു. ഷൂട്ടിങ് കഴിഞ്ഞാ ഡിക്കി ചെയ്യുന്ന സുഖമാണ്. മക്കളൊക്കെ എന്ത് പറയുന്നു? എന്റെ പൊന്നു വെച്ചാൽ വല്ല പ്രാങ്ക് ആണെങ്കിൽ ഞാൻ അതിന് പറ്റിയ മാനസികാവസ്ഥ. കയ്യിന്ന് വിട് ഇങ്ങോട്ട്. രജിസ്റ്റർ ചെയ്യണ്ടേ? ആ, എവിടുന്ന കുറ്റിയും പറിച്ച് ഇറങ്ങിയേക്കുന്നു. കൊച്ചെ, ഒന്നാമത് എനിക്ക് തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കൊച്ചു പോയേ. അപ്പൊ ചിമ്പു എന്ന് പറഞ്ഞതോ? അതേ വെറുതെ പറഞ്ഞ. എന്റെ ശരിക്കും പേരൊന്നുമല്ല. എല്ലാരും എനിക്കറിയാം, ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഫേക്ക് കളിയാണ്. അല്ല, പൊട്ട പേരെ കാലിലുള്ളൂ. ശരിക്കുള്ള പേരെന്താ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പിന്നെ എന്തിനാ നമ്മള് ലവ് മേറ്റ്സ് ആണ്, ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത്? അപ്പൊ അതാണ് സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കൊച്ചിയിലേക്ക്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ഇൻസ്റ്റാഗ്രാം വഴി പ്രണയിച്ച് ദാഹം നിറച്ച് തുണിയും കുത്തിക്കയറ്റി വന്നേക്കുക. നാടെവിടാന്ന് പറഞ്ഞു? ആ, ഇരുട്ടുന്നതിനെ നോക്കോ, അല്ലെങ്കിൽ ജീവൻ നശിച്ചു. ചിമ്പു എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ പൊന്ന് നയനാരെ, നിങ്ങൾ ഉദ്ദേശിച്ച ആളില്ലേ, അത് ഞാനല്ല. എന്റെ പേര് അബ്ദുൽ കൃഷ്ണ. കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഇൻസ്റ്റ പോലും ഇല്ല. ഞാൻ സമാധാനത്തിൽ ജീവിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ചിമ്പു അല്ല? അല്ല സഹോദരി. അടയാളങ്ങളെല്ലാം കറക്റ്റാണല്ലോ. ചേഞ്ച് കളറ്. അതെ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്ക്. ചിലപ്പോ കൊച്ചിന്റെ ചിമ്പു വന്നിരിക്കും കേട്ടോ. ഞാൻ പോട്ടെ. സോറി ബ്രോ, ചിമ്പുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇല്ല. ബേബി വരുന്നുണ്ട്. ഓക്കെ, ശരി. സോറി ട്ടോ. അല്ലെങ്കിലേ പുള്ളി വന്നിട്ട് ഞാൻ പോവാം. ആദ്യമായിട്ട് കാണുമല്ലേ, വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ബ്രോ. ഒരു ചായ വല്ലതും വേണോ? കഴിക്കാൻ വട മതി. അതെങ്ങനെ ഈ ഒരു പരിചയമില്ലാത്ത ആളെ വിശ്വസിച്ച് ഇത്രയും ദൂരം വരുന്നത്? അത് ഒറ്റയ്ക്ക്? ഞങ്ങൾ തമ്മിൽ പരിചയമില്ലെന്ന് ആരാ പറഞ്ഞേ? ഞങ്ങൾ 3 മാസമായി ചാറ്റ് ചെയ്തൊക്കെ തുടങ്ങിയിട്ട്. എന്നിട്ടെന്തോ ബ്രോ ഡിവോഴ്സ് അല്ലേ? എത്ര നാളായി? ഇന്നലെ ആയതേ ഉള്ളൂ. ഫ്രഷാ. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ എന്താ കാരണം? നിങ്ങൾ തമ്മിലേ ഡിവോഴ്സ് ആവാൻ എന്താ കാരണം? ചിലപ്പോ അവർക്ക് തോന്നി കാണും ഞാൻ നല്ലൊരു ഭർത്താവ്. എന്താ ഫ്യൂച്ചർ പരിപാടി? ചിമ്പു വന്നിട്ട് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു, താമസിച്ചു തുടങ്ങുന്നു. അതപ്പം വീട്ടിൽ അന്വേഷിക്കില്ല? അന്വേഷിക്കട്ടെ. ഒരു സാധനം ഇല്ലാത്തൊരു വീട്, ഒരു നാട്. ഞാൻ അടുത്ത്. അല്ല, ഈ വരുന്ന ചിമ്പുവിനെ കണ്ട മനസ്സിലാവോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അല്ല, ഒരു സങ്കല്പം ഉണ്ടാവല്ലോ നമ്മൾ. എന്താ ബ്രോ ക്യാരക്ടർ മനസ്സിലല്ല കാര്യം. സോറി, നിങ്ങള് ട്രൂ ലവ് ആയിരുന്നല്ലേ? ചിമ്പു വന്നിട്ടുണ്ട് പാലത്തില്. ഞാൻ പോട്ടെ. കൈ എഴുതുന്നില്ലേ? താങ്ക്സ് ബ്രോ.
അതെ അവിടെ ആൾ പോസിറ്റീവ് പോണ്ട് അയാളാണെന്ന് നോക്കി നോക്ക്. ചിമ്പു Yes, I am Chindu. I am Nayan. Oh baby, നീ വന്നോടി പൊന്നാ. അപ്പൊ ഇതല്ലേ ആള്? ഏതാള് എന്താള് നീ ഏതാടാ? എന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ എന്താ ബാക്കാ? എന്റെ പൊന്നു ബേബി, കൊച്ചിയിൽ വന്ന ആരോടും കമ്പനി അടിക്കല ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഒറ്റൊരുത്തനും വിശ്വസിക്കാൻ പറ്റൂല, കണ്ടാ തന്നെ അറിയാൻ പറ്റില്ല ഊളയെന്ന്. ബേബി പാവാ, എനിക്ക് ചായ ഒക്കെ വാങ്ങി തന്ന്. ചായ വാങ്ങിച്ചെന്നാ? എടാ ഈ ചിമ്പൂന്റെ പെണ്ണിനെ നീ ചായ മേടിച്ചിട്ട് വളക്കുവാ? നീ ചായ മേടിച്ചു കൊടുക്കുവാ? നീ കൊടുക്കും. കൊടുക്കുവാന്നാ? നിന്റെ കളിയൊക്കെ മാറിപ്പോയാ? അമരാവതി നാളിറങ്ങേ. വീട് അതൊക്കെ ശരിക്കുള്ള പേര് ചിമ്പൂന്നാ? യെസ്, ചമ്പ് ചിമ്പു. നീ എന്താണ് ചിരിക്കണ? അല്ല നീ എന്താ ചിരിക്കണ? നിന്റെ ചിരി ഞാൻ മാറ്റുവേ. അമരാവതി നാളിറങ്ങേ. ആ അതൊക്കെ വീട് നമുക്ക് പോയാലോ? നമുക്ക് പോവാ. എന്താമ്മേ അമ്മ ഒരു ജനിച്ചി പെങ്കൊച്ചിന്റെ ആലോചന പറഞ്ഞില്ലേ? അമ്മയോട് രാവിലെ എന്താ പറഞ്ഞത്? നിങ്ങളെന്റെ പുക കണ്ട് ഇറങ്ങോളാ. എനിക്കൊരു പെണ്ണും വേണ്ട കുഴക്കോഴും വേണ്ട. ഒന്ന് വെച്ചേ. എടാ ഞാൻ പറയട്ടെടാ. രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ആദ്യം ഫ്ലാറ്റിൽ പോയാലോ? ബേബി നമുക്ക് ആദ്യം റൂം എടുക്കാം. ഫ്ലാറ്റ് ഒക്കെ എന്തിനാ? നീ വരൂന്ന് പറഞ്ഞു വൈഫിനും പിള്ളേരെ ഞാൻ തല്ലി പറഞ്ഞു വിട്ടു. വൈഫിനും പിള്ളേരെ? ഓ സോറി, ഞാൻ മറന്നുപോയി. ഞാനേ ജസ്റ്റ് 10 വർഷം മുമ്പ് ഒന്ന് കല്യാണം കഴിച്ചായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അവരൊക്കെ പറഞ്ഞു വിട്ടേ. കല്യാണം കഴിച്ചോ? ഞാൻ വരത്തില്ല. നീ വരൂലെന്നാ? നിന്നെ ഞാൻ പൊക്കും. ഞാൻ അമരാവതി നാളിറക്കി ഞാൻ പൊക്കും. ഞാൻ നീ അമരാവതി നാളെ ഇറക്കടാ. നീ പറയുമ്പോ നാളിറക്കാൻ തന്നെ അവരൊന്നും എന്റെ ടൈം എടുക്കും. എന്റെ പൊന്നു ബേബി, ഞാൻ നിന്നെ കറച്ചിച്ചോറ്, കുഴിമന്തി, അൽഫ, ചാളയും ചോറും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചരാ. ഫോട്ടോ വെച്ച് കണ്ടിട്ടുണ്ടോ നീ? ഇത് വൈഫും വെച്ച് കണ്ടിട്ടുണ്ടോ നീ? ഞാൻ കാണിച്ചരാ. നിന്റെ ചെമ്പൂട്ടം കാണിച്ചരാ. വാ നീ വാ. ഓ നിനക്ക് ചോര നീരെല്ലാം കിട്ടിയപ്പാ എന്നെ വേണ്ടല്ലേ? അല്ലെങ്കിൽ ഈ സൊസൈറ്റി എങ്ങനെ കാണാൻ കൊള്ളിയാത്ത ഒന്നിനും കിട്ടൂല. മൂഞ്ചിക്ക് അവസാനം നിങ്ങൾ രണ്ടുകൂടെ നിന്നോളാ. അമരാവതി നാളിറക്കി നിന്റെ രണ്ടിനെ പൊക്കും ഞാൻ. പിന്നെ നീ വരുന്നടാ പറയാൻ ഈ ചൂടത്തിരിക്കാൻ പോലെ പന്തലിയാൻ പണി നേരെ മാറി നീ പോയിക്കോട്ടാ. പോടാ നീ. അതെ തിരിച്ചു പോവാൻ നോക്ക്. തിരിച്ചു പോകാൻ പറ്റിയ അവസ്ഥ അല്ല ചേട്ടാ. അല്ല വേണ്ട, ഞാൻ പോലീസിനെ വിളിക്കാം. എടാ ഉടനെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നീ ആ പെണ്ണെ കയറി കെട്ടിയിരുന്നു. അതെ കാണാൻ ഒരു ലുക്കില്ലെന്നുള്ളൂ. ഞാനൊരു പോലീസുകാരനെ. ക്രൈം ബ്രാഞ്ചിൽ കയറിയ പിന്നെ യൂണിഫോം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് തൂറാൻ പോലും സമയം കിട്ടണില്ല. എടാ തൂറാൻ പറ്റാതെയാണോ നിന്റെ സങ്കടം? അല്ല, എനിക്കൊരു കൂട്ടുകാരുണ്ട് അതില്. അവൻ ഈ വള്ളി മൊത്തം പിടിച്ചോണ്ട് തന്നെ എൻ്റെ പ്രശ്നം. പോടാ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ പഴയതൊക്കെ ഓർമ്മ. എൻ്റെ അതിലെ നീ ആ പഴയ പുസ്തകം ഒന്നും തുറക്കല്ലേ. നിനക്ക് ഈ നാട്ടുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇതൊന്നും മതിയായില്ലേ? പണ്ട് മാമ്പള്ളിക്കളത്തി വെച്ചിട്ട് ഒരു പെണ്ണിനെ സഹായിച്ച് അവളെ പ്രേമിച്ചിട്ട് അവൾ തേച്ചിട്ട് പോയിട്ടേ മോനെ ഈ തോളത്ത് കിടന്നിട്ടാ മൂങ്ങിയത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പറഞ്ഞ പോലെ ശരിയാണല്ലോ. അവളുടെ ഒരു ചെറിയ കട്ടുണ്ടല്ലോ. വെറുതെ അല്ല മാങ്ങാണ്ടി തലയൻ. എടാ ഇതൊന്നും അല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചു. അതൊക്കെ അന്വേഷിച്ചു. നീ വാ. ഇവളുണ്ടല്ലോ, ഇവളുടെ പേര് പോലെ തന്നെ ആ നാട് മൊത്തം ഇളക്കി മറിച്ചിട്ടാണ് വന്നേക്കണത്. അതെ നീ വല്ല വയലൻസ് ഒന്നും പോകാൻ നിൽക്കണ്ട. നയത്തിലും ചോദിച്ചാൽ എടി വേണേ, ഈ അജിപ്പാൻ ആരാ? കൊച്ചച്ഛനാ. നല്ല ബെസ്റ്റ് ഫാമിലി. അവൻ്റെ പേരിൽ ഇരട്ടിയിൽ 4-5 കേസുണ്ടോ? ഉണ്ട്. പെത്തിക്കേസ് വല്ലായിരിക്കുമല്ലേ? അല്ല, കൊലക്കേസാ. അയാളുണ്ടല്ലോ, ഇവിടെ ഏതോ ഒരു വിഷ്ണുവിൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് രാത്രി അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ആ ബൈക്ക് വച്ചിട്ട് അവിടെ മൊത്തം പ്രശ്നമായിട്ടിരിക്കുക. ആരാ വിഷ്ണു? ബെസ്റ്റിയാ. സൂപ്പർ, അടിപൊളി. ഇനി എന്നാ ചെയ്യേണ്ടത്? അവർ മിസ്സിംഗ് കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ല നമുക്ക് വീട്ടിൽ വിളിച്ച കാര്യം പറയാം. അയ്യോ, എന്നെ വീട്ടിലേക്ക് വിളിക്കല്ലേ പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? ഇവൻ തൂങ്ങൂലേ? പിന്നെ ഞാൻ തൂങ്ങൂലേ? അതെന്താ ഈ നാട്ടില് പ്രായപൂർത്തിയായ ഒരു കൊച്ചിന് ഈ നാട്ടില് സ്ത്രീക്ക് തീരുമാനം എടുത്തൂടെ സ്വന്തമായിട്ട്? മോളെ അതൊക്കെ സിനിമയിൽ പറയാൻ കൊള്ളാം. സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാലേ ടപ്പ് 2 അടി കഴിഞ്ഞിട്ട് അവന്മാരെ നീ സംസാരത്തിന് വരും. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഒരാളെ വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ. എത്ര കാലം എന്ന് വെച്ചാൽ ഒരു വിലയില്ലാണ്ട് ജീവിക്കുന്നേ. ഇപ്പം എന്നെ ഈ കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരു 2ാം കെട്ടുകാരനെ കൂടെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളെന്നെ പറഞ്ഞ് നാട്ടിൽ വിടാനാണ് ഉദ്ദേശമെങ്കിൽ
ഞാൻ ജീവനോടുണ്ടാവുന്ന പോലും എനിക്ക് ഉറപ്പില്ല. ദൈവത്തെ ഓർത്ത് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം പ്ലീസ്. ഇനി എന്താ ചെയ്യേണ്ടത്? എന്തെന്ത് ചെയ്യാന്ന്? ഇവള് വേണമെങ്കിൽ അവിടുത്തെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യട്ടെ, എന്നിട്ട് ലീഗലി മൂവ് ചെയ്യും. ഇവൾക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. എടാ നീ ഇങ്ങനെ മുന്നും പിന്നെ തിരിയാത്ത ആളെ ഒന്ന് സഹായിക്കാൻ നിൽക്കല്ലേ. ഇവള് പറയണ സത്യമാണെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? മോളെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ സ്റ്റേഷനിൽ പോയി ഹാജരാവാം, എന്നിട്ട് റിലേറ്റീവ്സ് വരണവരെ ഞാൻ അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മോള് വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു. ഞാൻ KSRTC വിടാം. എടാ ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നു. എന്താ അമ്മ? എടാ ഞാൻ രാവിലെ പറഞ്ഞ ആ പെങ്കുച്ചിന്റെ കാര്യല്ലേ, അവള് ഒളിച്ചോടി പോയെന്നാ കേട്ടെ. എന്റെ പൊന്നമ്മ, ഞാൻ ഇവിടെ ഒളിച്ചോട്ടത്തിന്റെ ഇടയിൽ. അല്ല ഇപ്പൊ ഈ ഒളിച്ചോടി പെണ്ണിന്റെ വീട് ഇരുട്ടി വല്ലോ ആണോ? ആ അതെ. പേരെന്താ? പേര് പറ. പേരൊരു സിനിമാ നടിയുടെ പേരാടാ. ഓ പേര് പറ. അത് ഒളിച്ചോടി പോയില്ലേ, പിന്നെ എന്തിനാ അത് നോക്കണേ? ഏതാളെ? ഇനി ആ പെണ്ണിന്റെ ഫോട്ടോയും പേര് പറയാൻ വേണ്ടി വിളിച്ചാൽ മതി കേട്ടല്ലോ. മോളെ ഈ മുന്നും പിന്നെ അറിയാത്ത ആളുടെ കൂടെ എങ്ങനെ ഇറങ്ങിയാലോ? എടാ അനീഷേ, നീ വിട്ടോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഞാൻ ഒന്നും പറയണല്ലോ. അതെ, ഈ രണ്ടാം കെട്ടുകാരനെ കുറിച്ച് വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത്? അല്ല ഈ പുള്ളിയുടെ നാളോ പേര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. എന്താ കേക്കാഞ്ഞ? ഞാൻ കേൾക്കുന്നത് എന്തായാലും രണ്ടാം കെട്ടുകാരനല്ലേ. ഓ എന്നിട്ട് ഇപ്പൊ വന്ന ഫ്രഷ് ആളെടുത്താണല്ലോ. ശവത്തി കുത്തല്ലേ എന്റെ പൊന്നു ചേട്ടാ. ഈ തള്ള വിളിക്കുന്നില്ല, അല്ലെ കൊണവണാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. KSRTC സ്റ്റാൻഡ് എവിടെയാ? എന്തിനാ? അല്ല ഞാൻ നാട്ടിൽ തന്നെ പൊക്കോളാം. അല്ല ഇത്ര നേരം അതല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ആലോചിച്ചപ്പം എന്തിനാ, ഞാൻ കാരണം വേറെ കുറെ പേര് അനുഭവിക്കുന്നു. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ബൈക്കാ. ഇപ്പൊ എന്റെ അമ്മ അവിടെ കിടന്ന് തല്ലുകൊള്ളുന്നുണ്ടോ? ഇതേ ഇപ്പൊ തന്നെ ചേട്ടന്റെ കണ്ടില്ലേ, കൂട്ടുകാരനെ പണങ്ങിട്ട്. ഞാൻ പോയേക്കാം, എന്നെ കൊണ്ടാക്കി. ഞാൻ പോട്ടെ എന്നാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പൊക്കൂട്. ഞാനിവിടെ എത്ര നേരം നിൽക്കുന്നു അത്ര തന്നെ പ്രശ്നം അവിടെ കൂടിക്കൊണ്ടേ. എന്തിനാ, ഞാൻ പോയേക്കാം. ചേട്ടൻ പേടിക്കണ്ട, കറക്റ്റ് വീട്ടിൽ തന്നെ എത്തും. ചേട്ടൻ വയ്ക്കോ? ശരി. എടാ ആ പെണ്ണിന്റെ പേരും ഫോട്ടോയും അയച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ പേര് നയൻതാര. ഇതാണ് പെണ്ണ്? എടാ മോനെ, ഈ പെണ്ണെങ്ങനെയുണ്ട്? ഇതിനെ ആലോചിക്കട്ടെ. ഇതാണോ പെണ്ണെന്നാ ചോദിച്ചത്? ആ പെണ്ണ് ഒളിച്ചോടി പോയില്ലേ, പിന്നെ എന്തിനാ അതിന്റെ ഫോട്ടോ? ഇതാലോചിക്കട്ടെ. അപ്പൊ എന്റെ പൊന്നെ, ഞാൻ കൊണ്ടുവന്ന് വെട്ടിക്കറി കൊല്ലൂട്ടാ. ആ പെണ്ണ് ഫോട്ടോ അയക്കാൻ പറഞ്ഞ ആ പെണ്ണ് ഫോട്ടോ അയച്ചാ പോരെ? മര്യാദ ആ പെണ്ണ് ഫോട്ടോ അയക്കി. ചേട്ടാ ഈ ബൈക്കിനൊക്കെ ഇൻഷുറൻസ് ഉള്ളതല്ലേ? കിട്ടും. പിന്നെ ഞാനിപ്പോ അവിടെ ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഇവിടെ ജോലി എടുത്തത് വീട്ടിയാ പോരെ, അതിന് ഇനി അങ്ങോട്ട് പോണോ? ഞാനിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെന്നാ രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കും. രണ്ടാം കെട്ടുകാർക്ക് എന്താ കുഴപ്പം? നിന്റെ ഫോട്ടോ? നിന്റെ ഫോട്ടോ. നിന്നെ കാണാൻ അങ്ങോട്ട് വരണ്ടെന്ന് ഓർത്തപ്പോ നീ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്ന. മനസ്സിലായില്ലേ? നിന്നെ കാണാൻ വരേണ്ട രണ്ടാം കെട്ടുകാരൻ ഞാനായിരുന്നു. പക്ഷേ നിന്നെ ഞാൻ കെട്ടില്ല. അതെന്താ? നിനക്ക് രണ്ടാം കെട്ടുകാരെ പുച്ഛമല്ലേ? ആദ്യം നീ ജോലിയൊക്കെ മേടിച്ചൊന്ന് സെറ്റാകും. ഒന്ന് കെട്ടിയതിന്റെ ട്രോമി ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. പിന്നല്ലേ അടുത്ത്. കേറടി, നിനക്ക് ജോലിയാ പീജിയാ എന്താന്ന് വെച്ചാൽ സെറ്റാക്കി തരാം. താങ്ക്സ്. അത് പറഞ്ഞപ്പോഴാ ഈ നയൻതാര എന്നുള്ള പേര് എങ്ങനെ വന്നു? അതെ, എന്റെ അച്ഛൻ മനസ്സിനക്കര സിനിമ കണ്ട് ഇറങ്ങിയ വഴിക്കാ ഞാൻ ജയിച്ചറിഞ്ഞു. വഴിക്കാ? തിയേറ്ററിൽ നിന്ന്. അല്ല വേഗം നമുക്ക് പോവാം. നിന്റെ ചിമ്പേട്ടനെ അമരാവതി നാളെ കൊണ്ടുവരും.